ആരാപ്പയും എന്താ ചെയ്യണേന്ന് നോക്കാം. അവർക്ക് ഫുഡും കൊടുക്കും. നമ്മൾ പുറത്തേക്കൊന്ന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുത്തിട്ട് പോകാം. ആരാപ്പയുടെ തീറ്റ നമുക്ക് നമ്മള് ആലോ മാർക്കറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളൊരു സാധനം വാങ്ങിക്കാൻ വന്നേക്കുക. അപ്പൊ അതിവിടെ ഉണ്ടോ നമുക്ക് നോക്കാം. കുറച്ച് വൈകിട്ട് ഞങ്ങൾ വന്നത്. സാധനം കിട്ടുമല്ലോ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നോക്കി വന്ന സാധനം കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ കപ്പ വാങ്ങിക്കാൻ പോയി. നല്ല കപ്പയുണ്ടായിരുന്നു. അങ്ങനെ ഒരു കപ്പ 3 കിലോ വാങ്ങിച്ചു. 3 കിലോ 100. നമ്മൾ എന്തേലും വീട്ടിലേക്ക് പോയിട്ട് ഈ കപ്പ കൊണ്ട് കൊടുത്തിട്ട് നേരെ നമ്മള് വരാപ്പുഴ മാർക്കറ്റിലോട്ട് പോയി നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് തല കിട്ടിയിട്ടുണ്ട്. ഒരു 4.5 കിലോ വരുന്ന ഒരു വലിയ തലയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മളിനി നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മള് വരാപ്പുഴ പോവാന്ന് വിചാരിച്ചിട്ട് നമ്മള് വരാപ്പുഴ പോയിട്ടില്ല. നേരെ നമ്മള് വൈപ്പിനിലേക്ക് വന്നു. അവിടെ പോയിട്ട് കിട്ടിയില്ലെങ്കിലോ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നു. അതുമല്ല ഇവിടെ ആകുമ്പോ കുറച്ചുകൂടെ ഫ്രഷ് മീൻ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മള് വൈപ്പിനിലോട്ട് വന്നു. ഇവിടെ വന്ന് നമ്മൾ ആദ്യം പോയി നോക്കിയപ്പോ നമുക്ക് ഒരു തല കിട്ടി. പക്ഷെ അത് കുറച്ച് ചെറുതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് വേറെ കിട്ടത്തില്ല എന്ന് ഓർത്ത് അത് തന്നെ അങ്ങ് മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അപ്പുറത്തേക്ക് പോയി നോക്കിയപ്പോഴത്തേനും വലിയ ഒരു 4.5 കിലോ വരുന്ന തല നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തപ്പിപ്പോയ സാധനം നമുക്ക് കിട്ടിയിരിക്കുന്നു. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് എത്ര കിലോ? 3.5 കിലോ 4 കിലോ ഉണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇത് നമുക്ക് നെക്സ്റ്റ് നമ്മളൊരു ചെറിയ തലയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളിത് ഇഞ്ചി പേസ്റ്റ് ആക്കട്ടെ. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം പേസ്റ്റ് ആക്കട്ടെ. ഞാൻ തലക്കറി ഫസ്റ്റ് ടൈം വെക്കാൻ പോന്നെ. നീ എന്റെ മീൻകറി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നീ ഇന്ന് കഴിക്കും മീൻകറി. പൊളിക്കോ? നീ ഇത്ര വലിയ തല കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. വലുത് വാങ്ങിച്ചിട്ടില്ല അല്ലേ? നമ്മള് കപ്പ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. അപ്പോ കപ്പയ്ക്ക് നമ്മള് എല്ലാരെയും കാണിച്ചടാ ചന്ദ്രു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മളെല്ലാരും ഉണ്ട്. കടകറി ആരാ പറഞ്ഞ? കപ്പേ അതെ. കഴിഞ്ഞ ഷെഫ് ഷെബാനായിരുന്നു. ഇപ്രാവശ്യത്തെ ഷെഫ് ഞാനാ. നമ്മുടെ തല ഇവിടെ നമ്മൾ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കറിവേപ്പില, തക്കാളി, പച്ചമുളക്, ചെറിയുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, കടുക്, ഉലുവ, മഞ്ഞപ്പൊടി, മുളക് പൊടി. ഇനി ഇതിനകത്ത് കുറച്ച് എണ്ണ നമ്മളെ ചട്ടി ചൂടായപ്പോ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സെബ മണ്ടത്തരം ഒന്നും കാണിച്ചിട്ടില്ല. ഇപ്രാവശ്യം ചട്ടി ചൂടായതിനു ശേഷമാണ് എണ്ണ ഒഴിച്ചേക്കുന്നത്. എത്ര ഫുള്ള് ഒഴിക്കണോ? ഭയങ്കര വിലയാണ്. ഫുള്ള് ഒഴിക്കണ്ട, കുറച്ച് ഒഴിക്കും. ചൂടായപ്പോ അത്രയും വേണോ? നമ്മള് കടുക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ട് എനിക്ക്. ഞാൻ ഇത്രയും വലിയ മീൻകറി ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതൊരു 1.5 മീനായിരിക്കും കേട്ടത്.
ഇത് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക നമ്മള്. നീ മനസ്സിലാക്കണം. ഇഞ്ചി പേസ്റ്റ്. ഇത് കൊച്ചുള്ളി പേസ്റ്റ്, ചെറിയ ഉള്ളി. നമ്മുടെ നാട്ടില് കൊച്ചുള്ളി എന്നൊക്കെ തന്നെ പറയുന്നത്. അതെ, ഓൾഡ് കഞ്ചിയാണ് ഇത് പറയുന്നത്. മൂല കാണുന്നുണ്ടോ? ഓക്കെ നമ്മള് മീൻകറി എങ്ങനെ വെക്കുന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. പഠിച്ചോ, നന്നായിട്ട് നോക്കി പഠിച്ചോ. ഇങ്ങോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇനി ഇത്രയും വലിയ മീനിന് ഇടാനുള്ളതല്ലേ, കുറച്ചുകൂടെ എണ്ണ ആകാം. ഇത്ര വേണ്ടി വരും മുളക് പൊടി അല്ലേ? കാശ്മീരി. പിന്നെ അതുപോലെ തലക്കറി അല്ലേ, നമുക്ക് കുറച്ച് എരിവ് മുളക് പൊടി. ഇത് കുറച്ചില്ലട്ടോ, മഞ്ഞക്കളർ കപ്പല്ലേ, മഞ്ഞക്കളർ തിളക്കട്ടെ അതി കപ്പ. ഇവിടെ പലതരം ആൾക്കാരുണ്ട്. ചിലര് കൈ കൊണ്ട് പണിയെടുക്കും, അത് ഞങ്ങള് ഒരുത്ത വാ കൊണ്ട് കിടക്കവൻ കണ്ടോ, കഴിക്കൊടി കേട്ടോ. ഇതവൻ വാ കൊണ്ട് കിടക്കണേ, നോക്കിയ ചോര കളറായി. ഇത് കഴിക്കുമ്പോ കിട്ടുന്ന ഫീൽ ഉണ്ട് പടി. ബീഫ് വരട്ടിയത് പ്ലാൻ മാറ്റി നമ്മളെ. ഓക്കെ, ഇനി തക്കാളി ഇതായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ കൂട്ടി വെച്ച് കോഴിക്കോടിക്ക് ചാറ് കുറെ വേണം, ചാറ ഹൈലൈറ്റ്. അങ്ങോട്ട് പിന്നെ വെച്ചാ പൊക്കം വഴി വെക്കും. പൊടി പോരാ, മീൻ മുങ്ങി കിടക്കാനുള്ള അല്ലേ? പുളി നമ്മള് എണ്ണ പുളിയൊക്കെ വരക്കണ എന്താകുമാവോ. അല്ല മീൻ വെക്കാൻ പല നീ ഇത് തിളക്കിയപ്പോഴേ മഞ്ഞപ്പൊടി ചേച്ചി ഇതില് ഇത് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇത് വെച്ചപ്പം തുടങ്ങി ഇവിടെ ഒരാൾ എന്നോട് ചേച്ചി കുറച്ചൊപ്പം മഞ്ഞപ്പൊടി മഞ്ഞക്കപ്പ ഇഷ്ടം. മഞ്ഞക്കപ്പ ആവൂടെ, ഞാൻ ആക്കി തന്നാ പോരെ. തിളച്ചിട്ടില്ല, വിശക്ക് നല്ല. ഇത് കറി കണ്ടിട്ട് തന്നെ തിളക്കിട്ട് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തല ഇതിലേക്ക് ഇടാം. നിന്റെ നിന്റെ അല, ആ കോഴിവാലൻ തല, ഈ തിളച്ചതിന് ശേഷം തലയിടാതെ കോഴിവാഴൻ തല അടച്ചു വെച്ച് ഉപയോഗിക്കാം. ആ ഒറ്റക്കൂട്ട്. ആ മതി 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 മതി. വേണ്ട, ഒരാഗ്രഹത്തിന് ഇട്. കൊറേ നേരം അവസരം മഞ്ഞപ്പിടുകയാണ്. നമ്മുടെ കറി എടാ അതവിടെ വെക്ക്. ഇതെങ്ങാനും പൊളിച്ചടുക്കിയില്ലെങ്കിൽ ഇതിനെ ഞാൻ പൊളിച്ചെടുക്കും. കൊറേ നേരമായി. അല്ല, നീ എപ്പോഴാ വീട്ടിൽ പോന്നേ? കപ്പ നീ പോയിക്കോ. അതല്ലേ. അല്ല ചന്ദ്രു ഇപ്പം പോയിക്കോട്ടെ അല്ലേ? ഇപ്പം പോയിക്കോട്ടെ. ആ പോയിക്കോ. ആദ്യത്തെയും അവസാനത്തെയും കുളിസി കണ്ട കരിവെള്ളത്തിൽ നമ്മുടെ തല, നമ്മുടെ തലയല്ല, അയ്യോ നമ്മുടെ തലയല്ല, മീനിന്റെ തല. തല നമ്മൾ ഇട്ടിട്ടുണ്ട്, ഒരു തല ഇട്ടിട്ടുണ്ട്. അടുത്തതും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് വേഗുന്ന അനുസരിച്ച് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തോണ്ടിരിക്കണം. മഞ്ഞപ്പൊടി കപ്പേലി മഞ്ഞപ്പൊടി അരിപ്പ നമ്മള് മറ്റേ ഇത് വെക്കുന്നത്. ആ അതെടുത്തോണ്ട് പോവാ. എന്താ അതിന്റെ അടിയിലുണ്ട് ഇഡലി പാത്രം. ഇത് തവി, കണ്ണാപ്പ തവി ആയിപ്പോയി. നമ്മളവിടെ ഇങ്ങനെയുള്ളതിനെ പറയുന്ന കണ്ണാപ്പ തവി. ഇനി അവര് വന്നിട്ടല്ലോ.
കണ്ണാപ്പി തവി ആ നിങ്ങളെവിടെ അല്ലേ അത് പുളിയായിരുന്നു. രക്തം കൊണ്ട് എഴുതിയ ചന്ദനം മണക്കില്ല. കൂടി വാങ്ങിക്കാൻ അറിയാൻ വേദനാണ് കടൽ പച്ചാനായിട്ട് മുളക് പൊടി വാങ്ങിക്കാൻ പറഞ്ഞപ്പോഴേ കപ്പ വാങ്ങിക്കാൻ പറഞ്ഞു. കപ്പയും വാങ്ങിച്ച് മുളകും വാങ്ങിച്ചു വരാൻ പറഞ്ഞപ്പോ മുളക് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു മറ്റേ ഉണ്ടമുളകെന്ന് ഞാൻ പറഞ്ഞ വിട്ടെ. ആ അത് വേറെ. എന്നിട്ട് മുളക് പൊടി വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നു. കപ്പ വാങ്ങിച്ചിട്ടില്ല. കപ്പയില്ല, കപ്പ ഒഴുകാനായിരുന്നു പക്ഷെ കപ്പയില്ല. പിന്നെ കോൺഫ്ലോർ വാങ്ങിക്കാൻ ഒരു ദിവസം പറഞ്ഞു. കോളിഫ്ലവർ മേടിച്ചിട്ട് വന്നത് വേണ്ട വേണ്ട മല്ലിയിലിട്ട വേറൊരു ടേസ്റ്റ് വരും. കപ്പ എന്റെ കപ്പ കപ്പ പാളിപ്പോയ എല്ലാവർക്കും 10 രൂപ വെച്ച് എന്തായാലും കിട്ടുന്നില്ലെങ്കിൽ നല്ല സ്മെല്ലുണ്ട്. മണം വരുന്നുണ്ട്. അത് കേട്ട് എടുത്തായിരുന്നോ? നല്ല മീൻകറിയുടെ മണമുണ്ട്. ഇളകി വരുന്നു വെന്തിട്ട്. ഒരു കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട് വായിക്കാൻ അല്ലേ? യൂട്യൂബ് നോക്കി കഴിഞ്ഞ് അടക്കമില്ലാതെ യൂട്യൂബ് ഇല്ല ഇല്ല എനിക്ക് നല്ല മുളക് പൊടി കൂടാകുന്നു. വേണമെങ്കിൽ ഇട്ടോ. തകർക്കൂത് തകർക്കൂത്. ഓ ഈ കൊച്ചു എല്ലാം മാറുന്നു. പൊട്ടിത്തെറിക്കാൻ പോവാണ്. എല്ലാരും മാറുന്നു. ആരും ഇതൊക്കെ ഉണ്ടാകാൻ ചാക്ക് ചെയ്യണത്. താഴേക്കാളോ ഇല്ല മസാല ഇത് വേണം. ഇതിനകത്ത് മഞ്ഞോട് ചാറുണ്ടാവൂടാ. ചാറ് ഒരു കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട് വായിക്കാത്ത അല്ലേ? യൂട്യൂബ് നോക്കി കഴിഞ്ഞ് സവാള ഗിരി 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 ഗിരി. അങ്ങനെ പടപടപടപടയും നമ്മൾ പണിയൊക്കെ തീർത്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് സെബാന്റെ കൈയൊന്നും പൊള്ളിയിട്ടുണ്ട്. വെള്ളമല്ലത് കിടിലൻ ടേസ്റ്റ് വരും. സൂപ്പർ ടേസ്റ്റ് വരും. ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കണ്ടാലോ? വാ. ഇങ്ങനെ ആയിട്ടുണ്ട് ഇപ്പൊ. നല്ല പറ്റി സെറ്റ് ആയിട്ടുണ്ട്. കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തലക്കറി കുറച്ച് പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാ കട്ടല്ലേ? നല്ല പിന്നെ എടുത്തോ. ഓ ഇതെങ്ങനെയാ വിളമ്പുന്നത്? ഞാൻ വെച്ചതല്ലേ നിങ്ങളെ വെച്ചു.
സൂപ്പറാണോ? ഓക്കെ, എന്നാ നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ആവാം. പീസ് എടുത്ത് കാണിക്കും. ചൂടാ ചൂട്. പിള്ളേര് മുള്ളുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? സൂപ്പറാണോ? ആ സൂപ്പർ. അത് ശരിക്കും സൂപ്പർ കേട്ടോ. ചേച്ചി തലക്കറിയിക്കാനുള്ളത് സ്കൂളിലേക്ക് പോയാലേ ഇങ്ങോട്ട് എടുക്കാം. വീഡിയോ എടുക്കുന്നില്ല. ബൈ. അപ്പൊ നമ്മള് കിടിലൻ കപ്പയും തലക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ. നോക്ക് നോക്ക് നോക്ക്. ബൈ.